ഇത് ഓണർഷിപ്പ് എത്രയാണ് അവിടെ? ഫസ്റ്റ് ഓണർ ഉണ്ട് അവിടെ. ഫസ്റ്റ് ഓണർ വണ്ടി. ഓക്കെ. നേരത്തെ കണ്ടോ ഫസ്റ്റ് ഓണർ? എല്ലാം ഫസ്റ്റ് ഓണറാണ്. ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണറിന്റെ മേൽക്കുള്ള വണ്ടികളൊന്നും ഇല്ല. ഓക്കെ. 18 മോഡൽ 19 രജിസ്ട്രേഷൻ. ഏതാ ഓപ്ഷൻ? G4 ആണ്. ഇപ്പൊ നടക്കുന്ന ഇഷ്യൂ അറിയാലോ, ടോട്ടൽ ലോസിന്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ. പിന്നെ NOC കിട്ടാത്ത പ്രശ്നങ്ങൾ. NOC കിട്ടാത്ത പ്രശ്നം എന്ന് വെച്ചാൽ 99% NOC കിട്ടാത്ത പ്രശ്നം കാണിക്കുന്നത് ഡൽഹി രജിസ്ട്രേഷൻ വണ്ടികൾക്കാണ്. അതായത് ഇതിന്റെ മുന്നേ കൊടുത്തുപോയ വണ്ടികളൊക്കെ ഉണ്ട്. ഈ 12, 13, 14, 15 വണ്ടികളൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളുടെ പേരിലൊക്കെ ഈ ചീത്തപ്പേരുകളുണ്ട്. ഡൽഹിയിലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുടെ പേരിലൊക്കെ. NOC എടുത്തില്ല, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC എടുത്തു കൊടുക്കാൻ വേണ്ടി. നിങ്ങളുടെ RTOയിലേക്ക് NOC കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. 2 വീൽ മാനുവൽ 2014 മുതൽ KL 84 മലപ്പുറം കൊണ്ടോട്ടിയിലേക്ക് റീ ആയി കഴിഞ്ഞ വാഹനമാണ്. കേരള നമ്പർ ആയി കഴിഞ്ഞു. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2016 വണ്ടി. 1,73,000 കിലോമീറ്ററാണ് ഓട്ടം. ജെനുവിനാണ്. ഓക്കെ. 16 എന്ന് വെച്ചാൽ ലാസ്റ്റ് എൻഡ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടൊയോട്ട വണ്ടികളുടെ ഒരു ചാകരയായിട്ട് നമ്മൾ വീണ്ടും റോബോട്ടിക് കാസിലേക്ക് വന്നിരിക്കുകയാണ്. ഷിഹാബ് കാ, സ്വാഗതം. ഓക്കെ. അപ്പൊ എന്താ പറയാ, ഇന്നോവകൾ ക്രിസ്റ്റകൾ തന്നെ 30 മേലെ ഉണ്ട്. 30 മേലെ ക്രിസ്റ്റകൾ തന്നെ ഉണ്ട് പ്രാവശ്യം. ഇന്നോവ എത്ര ഉണ്ടാവും? ഇന്നോവ ഉണ്ട്, ഒരു 10, 16, 17 ഫോർച്യൂണറുകളും ഉണ്ട്. എല്ലാം ഉണ്ട്. വലിയ ആട്. അതായത് ഷിഹാബ് കാ ഇപ്പൊ അടിപൊളിയാക്കി. പണ്ട് ആ സൈഡിലായിരുന്നു ആട് മാത്രമേ ഉണ്ടായത്. ഇപ്പൊ വലിയ ആട് ഇപ്പുറത്തേക്ക് ഡെവലപ്പ് ചെയ്ത് ഫുൾ അടിപൊളിയാക്കി. എന്താ അവസ്ഥ? ഡൽഹിയിലെ അവസ്ഥ എന്താ? ഡൽഹിയിലെ അവസ്ഥ എന്താ? വണ്ടി കിട്ടില്ല. അപ്പൊ ഞാനിപ്പോ ഡൽഹി വണ്ടി കിട്ടുന്നില്ല. ഡൽഹി വണ്ടി എന്നല്ല, പൊതുവെ ഡൽഹി ആസ്പാസുള്ള വണ്ടികളൊന്നും കിട്ടുന്നില്ല. നല്ല വണ്ടികളൊന്നും ഇല്ല ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നില്ല. പണിയാണ്. തപ്പി പിടിച്ച് കിട്ടാൻ ഭയങ്കര പണിയാണ്. ഇല്ല, പിന്നെ എന്തെങ്കിലും ഇതേമാതിരി കോറങ്ങടുകൾ പ്രശ്നങ്ങളുള്ള വണ്ടികളെ ഇപ്പോൾ ഉള്ളൂ. അല്ലാതെ ഒന്നും ഇപ്പൊ നല്ല വണ്ടികളൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഓക്കെ. ഇപ്പൊ നടക്കുന്ന ഇഷ്യൂ അറിയാലോ, ടോട്ടൽ ലോസിന്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ. പിന്നെ NOC കിട്ടാത്ത പ്രശ്നങ്ങൾ. NOC കിട്ടാത്ത പ്രശ്നം എന്ന് വെച്ചാൽ 99% NOC കിട്ടാത്ത പ്രശ്നം കാണിക്കുന്നത് ഡൽഹി രജിസ്ട്രേഷൻ വണ്ടികൾക്കാണ്. അതായത് ഇതിന്റെ മുന്നേ കൊടുത്തുപോയ വണ്ടികളൊക്കെ ഉണ്ട്. ഈ 12, 13, 14, 15 വണ്ടികളൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളുടെ പേരിലൊക്കെ ഈ ചീത്തപ്പേരുകളുണ്ട്. ഡൽഹിയിലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുടെ പേരിലൊക്കെ. അതൊക്കെ ഈ 2012, 13, 14, 15 വണ്ടിയൊക്കെ കസ്റ്റമർ എടുത്തിട്ട് 6 മാസം 1 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ NOCക്ക് ഇവർ വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് അവിടുത്തെ നിയമങ്ങൾ ഇങ്ങനെ മാറില്ലേ, മൊത്തം നിയമങ്ങൾ മാറില്ല. നമ്മളൊരു വണ്ടി എടുത്ത് കൊണ്ടുവരുമ്പോൾ എത്രയും പെട്ടെന്ന് NOC എടുക്കാൻ പറ്റുമോ നോക്കണം. നിയമം ഇങ്ങനെ മാറിക്കൊടുക്കും, പെട്ടെന്ന് ക്യാൻസൽ ആയാൽ കുടുങ്ങി. അതെ. നിയമങ്ങൾ ഇങ്ങനെ മാറുന്നതുകൊണ്ട് ഓരോ നിയമങ്ങൾ ഇങ്ങനെ മാറിപ്പോകല്ലേ. ഇപ്പൊ അറിവിലേക്ക് പറയാണ്, നിങ്ങൾ എവിടുന്ന് വണ്ടി എടുത്താലും, ഇവിടുന്നായിക്കോട്ടെ ഒരു റീവണ്ടി എടുക്കണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ NOC വെച്ചിട്ട് നമ്മളെ പേരിലേക്ക് മാറാൻ നോക്കുക. ഇല്ലെങ്കിൽ പിന്നെ നിയമങ്ങൾ ഇങ്ങനെ അവിടെ മാറിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ടോട്ടൽ ലോസ് വണ്ടി അതെന്തായാലും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല. ടോട്ടൽ ലോസ് വണ്ടി നമ്മൾ ചെയ്യുന്നില്ല. ഇല്ല, 100%. ചെറിയ ചോട്ടോമോട്ടോകൾ ഉണ്ടാവുന്നല്ലാതെ മേജർ ആക്സിഡന്റ് ഉള്ള ഒരു വണ്ടി ഇന്നേ വരെ നമ്മളോട് കൊടുത്തില്ല. ടോട്ടൽ ലോസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് കമ്പനി ID വാല്യൂ കൊടുത്തിട്ട് സ്ക്രാപ്പ് ചെയ്യാൻ വെച്ച വണ്ടികളാണ് ടോട്ടൽ ലോസ്. ഇതിൽ തന്നെ മേജർ ആക്സിഡന്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ക്ലെയിം എടുത്തിട്ടുണ്ടാവും. മേജർ ആക്സിഡന്റ് വെച്ചാൽ സ്ട്രക്ചറൽ ഡാമേജ്, അപ്രോണ് പോവുക, സൈഡിലെ പില്ലേഴ്സ് മുറിച്ച് മാറ്റി വെൽഡ് ചെയ്ത് കയറ്റുക, ഇങ്ങനത്തൊക്കെയാണ് മേജറിൽ പെടുന്നത്. അങ്ങനത്തെ ഉണ്ടാവില്ല അല്ലേ? ഇല്ല, അങ്ങനത്തെ 100%. ഓക്കെ. അത് നമ്മൾ ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ കൊടുക്കണല്ലേ. അപ്പോൾ എന്തായാലും സ്റ്റോക്ക് കണ്ടു നോക്കാം. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ചീനിക്കലാണ്. റോബോട്ടിക് കാസ്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി വിശേഷങ്ങൾ ഓരോന്നായിട്ട് വീഡിയോയിൽ. നമ്മൾ ഒരുപാട് നാളായി ഷിഹാബ് ഖാൻ്റെ അടുത്ത് വീഡിയോ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഏത് കാലഘട്ടം മുതൽ ഷിഹാബ് ഖാൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ നല്ല പൊട്ടിച്ച വിലയിൽ കൊടുത്തുകൊണ്ടുണ്ട്. കഴിഞ്ഞ ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ വീഡിയോ ചെയ്യാറ്. അതിൽ തന്നെ നല്ല ഫോർച്യൂണറൊക്കെ പൊട്ടിച്ച വില കൊടുക്കാം. നമുക്ക് ഒരു അടിപൊളി പ്രൈസിന് കൊടുക്കാൻ പറ്റുന്ന വണ്ടി. ഇത് അങ്ങനത്തെ ഒരു വണ്ടിയാണ്. KL 77 രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞ വണ്ടി. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2011 മോഡലാണ്. കേരള രജിസ്ട്രേഷൻ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. വണ്ടി മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വന്ന അതേ കണ്ടീഷനാണ് വണ്ടി. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒന്ന് വാഷ് ചെയ്തു എന്നല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് റിയ തന്നെയാണ് വണ്ടി. അല്ല, നമ്മൾ തന്നെ ഇവിടെ റീആക്ട് ചെയ്ത വണ്ടിയാണ്. നമ്മൾ തന്നെ റീ ചെയ്ത വണ്ടിയാണ്. അപ്പൊ നമ്മളൊരു കസ്റ്റമർക്കും വേണ്ടി ചെയ്തതാണ്. 77 പേരാമ്പ്ര നമ്മളൊരു സുഹൃത്തിന്റെ ഇതിൽ ചെയ്തതാണ്. അപ്പൊ എന്താ വെച്ചാൽ ഈ വണ്ടി ഇപ്പൊ എന്താ വെച്ചാല് നമ്മള് ഒരു കസ്റ്റമർക്ക് ഇപ്പോൾ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. അത്രയും ഓഫർ റേറ്റാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കാൻ പോകുന്നത്. എത്ര? ഒരു കസ്റ്റമർക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക്
ടൈപ്പ് 2 കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും കൂടിയുള്ള സെറ്റപ്പിൽ വെച്ച വണ്ടിയാണ്, ഒന്നും ചെയ്തിട്ടില്ല. 11 4x4 മാനുവൽ 11 4x4 മാനുവൽ. നമുക്ക് ഈ വണ്ടി കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഫൈനൽ 7,35,000 രൂപ ഇങ്ങനെ കൊടുക്കുക. ഇത് ബാർഗെയിനിങ് ഇല്ല കേട്ടോ. 7,37 കേരള നമ്പർ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. വേണമെങ്കിൽ ഇതിന്റെ അഡീഷണൽ വർക്ക് നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചെയ്യിക്കാം, നമുക്ക് ചെയ്യിക്കാൻ പറ്റും, ചെയ്യാം. അതെ അതെ, അറിയാലോ 2011 വണ്ടി 2011 വണ്ടിക്ക് ഇപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിൽ പോകുന്ന 8-9 ലക്ഷം റുപ്യക്ക് വിറ്റ് പോണ വണ്ടിയാണ്. നമ്മളത് വന്ന് അതേമാതിരി ഒരു ഡീലർ പ്രൈസ് നല്ലൊരു ഓഫർ പ്രൈസിന് നമ്മളിപ്പോൾ കൊടുക്കുന്നതാണ്. 7,35,000 രൂപ എക്ദം ഫൈനലാണ്. കണ്ടീഷനിലാണ്. ഇതിന്റെ മുകളിൽ നിങ്ങൾ വർക്ക് എടുക്കണ അഡീഷണൽ കൊടുത്താൽ മതി, എടുത്തു തരും. നല്ല ടയർസും മെക്കാനിക്കലൊക്കെ അടിപൊളിയാണ്. കിലോമീറ്ററിൽ ആ ജെനുവിൻ അല്ല, 1.60 കാണിക്കണം. അതെ അതെ. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് ഫോർച്യൂണർ തന്നെ, പക്ഷേ ഷേപ്പ് ഒക്കെ മാറി ന്യൂ ഷേപ്പിലേക്ക് വന്ന ഫോർച്യൂണർ ആണ്. കൺവേർട്ട് ആയതാ? ഓക്കെ. പെട്ടെന്ന് ഞാൻ വെച്ച ഏതോ രജിസ്ട്രേഷൻ ആണ്, റോബോട്ടിക് ബോർഡ് വെച്ച് ആളെ പറ്റിക്കാൻ. ഇതിന് മുന്നേ വന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ആറോ എവിടെ രജിസ്ട്രേഷൻ. ഞാൻ പെട്ടെന്ന് ദൂരെ നേടുമ്പോ അങ്ങനെ തോന്നി. രണ്ടായിട്ടുണ്ട് ഇതേ സെയിം സാധനം, രണ്ടെണ്ണം തൊട്ടിപ്പുറത്തൊന്നുണ്ട്. ബ്ലാക്ക് തന്നെ സെയിം സാധനം, രണ്ടും ഒരേ മോഡൽ വരുന്ന രണ്ടിനും രണ്ട് റേറ്റ് ആണ്. കുറവ് ഒന്ന് കൂടുതലാണ്, ഒന്ന് ഓഫറിലാണ് കിട്ടുന്നത്. ആ വണ്ടി നമ്മൾ ഈ ഫസ്റ്റ് വണ്ടി ഇത് രണ്ടും സത്യത്തിൽ ഓഫറിൽ തന്നെയാണ്. ഇന്നിപ്പോ മാർക്കറ്റിൽ ഏറ്റവും നമുക്ക് കുറച്ചു കൊടുക്കാൻ പറ്റുന്ന രണ്ട് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടികളാണ്. വണ്ടി മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. കേരള നമ്പർ ആയിട്ട് അതെ, രണ്ടും കേരള രജിസ്ട്രേഷൻ ആയി നിൽക്കുന്ന വണ്ടിയാണ്. കേരള വണ്ടി രജിസ്ട്രേഷൻ ആയത് മലപ്പുറം, രണ്ടും മലപ്പുറം KL10 രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. KL10 ഫാൻസി നമ്പറാണ്. 2019 2 വീൽ ഓട്ടോമാറ്റിക്, 1,48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. നമുക്കിതൊരു ബമ്പ് ഓഫർ, കേരള രജിസ്ട്രേഷൻ ആക്കി ഫുൾ കവർ ഇൻഷുറൻസ് ചെയ്ത് നല്ല ക്വാളിറ്റി. ഇതാ ഇനി എന്തെങ്കിലും മൈനോട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്തിട്ട് 28.5 ലക്ഷം രൂപക്ക് നമുക്ക് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് പാർട്ടിക്കാണ് കൊടുക്കുക. 28,50,000 രൂപ. ഇതിലെന്താ ചെറിയൊരു ഒരത് വന്നത്? ഇതിന്റെ അതങ്ങനെ കൊടുക്കാനുള്ള കാരണം വെച്ചാൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റും ഫെൻഡറും റീപ്ലേസ്ഡ് ആണ്. അത് കമ്പനി തന്നെ ചെയ്താണ്. എല്ലാം ചെക്ക് ചെയ്താണ്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് അല്ല, വേറെ ഒരു ബാംഗ്ലോ റീപ്ലേസുകളല്ല. ഈ രണ്ട് ഹെഡ്ലൈറ്റും ഇത് മാത്രമേ ഫെൻഡറും മാത്രമേ റീപ്ലേസ് ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫുൾ ക്വാളിറ്റി. ചെറിയ ചെറിയ തട്ട് ഈ വരുതലും ഇതും കാര്യങ്ങളും എന്തായാലും ബ്ലാക്ക് കൂടി വണ്ടി ആകുമ്പോൾ എന്തായാലും 100% ടച്ചിങ്ങും പോളിഷും നിർബന്ധമാണ് വണ്ടിമേ. പിന്നെ നല്ല ടയർ ഭാഗമുണ്ട്, 5 ടയറും വണ്ടിമേ പുത്തൻ ടയറാണ്. ഒന്നും ചെയ്യാല്ല. വണ്ടി അപാര വണ്ടിയാണ്. വന്ന് ഓടിച്ച് നോക്കി ടയോട്ടി കൊണ്ടുപോവാ. ഇനി ഒരു നല്ലൊരു ഫിറ്റർ കൊടുത്ത് ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്താൽ മതി. നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം 2-2.5 ലക്ഷം രൂപ വണ്ടി ഇറക്കും ചെയ്യാം. മാക്സിമം ലോണും കിട്ടും. KL10 രജിസ്ട്രേഷൻ 2019 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് 28.5 ലക്ഷത്തിന് കേരള നമ്പർ ആക്കി. ഓക്കെ. അടുത്ത വണ്ടി. അടുത്തത് എന്താ? സെയിം ഫോർച്യൂണർ തന്നെ, സെയിം ഇയർ, എല്ലാം സെയിം തന്നെ അല്ലേ? 2019 വണ്ടി. 1,35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓൾറെഡി കേരള രജിസ്ട്രേഷൻ ആയി നിൽക്കുന്ന വണ്ടിയാണ്. KL10 നമ്പർ ആയി കഴിഞ്ഞു. 1.35 പ്രോപ്പർ ഹിസ്റ്ററി എല്ലാം ഉണ്ടോ? പ്രോപ്പർ ഹിസ്റ്ററി അല്ല. നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ 1.48 പറഞ്ഞു. 1.48 അല്ല, 1.42 ഉള്ളൂ കേട്ടോ. സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോ ടയർ ഭാഗം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ആയിട്ടുണ്ട്. 5 ടയറും പുത്തൻ ടയർ. പിന്നെ സർവീസ് ഹിസ്റ്ററിന്റെയും ഇപ്പം വീഡിയോ വരുന്നുണ്ട്. അതായത് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാന്നുള്ള, മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അങ്ങനെ ഉണ്ട്. അഞ്ഞിപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാലോ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തോളി. ടയോട്ടി വണ്ടി ഡയറക്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് വന്നാൽ ഇവിടെ അധികം ദൂരമൊന്നും ഇല്ലല്ലോ. ഇവിടുന്ന് 30 കിലോമീറ്റർ പെരിന്തൽമണ്ണ, ഇവിടെ 40 കിലോമീറ്റർ കോഴിക്കോട്. ഈ 2 സ്ഥലത്തും ടയോട്ട അമ്മാനപ്പുണ്ട് നിലവിലുണ്ടല്ലോ. അപ്പോൾ എവിടെയാണെങ്കിലും കസ്റ്റമർക്ക് അവിടെ ഡയറക്റ്റ് കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടുമല്ലോ. ഏകദേശം കാര്യങ്ങൾ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യാം. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എത്രയാണ് വരുന്നത്? അപ്പോൾ ഈ വണ്ടിമേലെ ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. 1,35,000. ടയോട്ടനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ലോ കിലോമീറ്ററുകളാട്ടോ. തീർച്ചയായും 1.15, 1.40 ഒക്കെ 1.5 ഉള്ളിൽ വരുന്നൊക്കെ ലോ കിലോമീറ്റർ വണ്ടികളാണ്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ 29.5 ലക്ഷം രൂപക്ക് നമുക്ക് കൊടുക്കാം. കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടാണ് കേട്ടോ. കേരള നമ്പർ ആയിട്ട് 29 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2019 2 വീൽ ഓട്ടോമാറ്റിക് 1.35 ഓടിയ വാഹനമാണ്. ബ്ലാക്ക് കളർ. നേരത്തെ കണ്ടത് 28 ആയിരുന്നു. അതിന് ചെറിയ റീപ്ലേസ്മെന്റ് ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഇങ്ങോട്ട് മാറുമ്പോൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇതുവരൊക്കെ 85-90%
100% നല്ല ക്വാളിറ്റി ഉള്ള കസ്റ്റമർ കാണുന്നുണ്ട് 100% വരെ ലോൺ കിട്ടും. ഓക്കെ. രണ്ടിന്റെയും ഓണർഷിപ്പ് എത്രയാണ് അവിടെ? സിംഗിൾ ഓണർഷിപ്പിൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ ഇപ്പോൾ നമ്പറായി നിൽക്കുന്നു. അടുത്തത് നമ്മൾ ഇന്നോവ ക്രിസ്റ്റയിലേക്ക് എത്തി. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ NOC എടുത്ത് നിൽക്കണം. എവിടേക്ക്? ഇവിടെ മലപ്പുറത്തേക്ക് NOC എടുക്കണം. ഏതാ മോഡൽ? 2019 G4+ ആണ് വണ്ടി. G4+ അല്ല? ഓക്കെ. G4+ ആണ്. Type 3 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കും കഴിഞ്ഞ് നല്ല സെറ്റായി നിൽക്കണം. ഞാൻ ആരൊക്കെയല്ലാണ്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കിലോമീറ്റർ എത്രയായി ഇതിൽ കാണിക്ക 1,60,000 ജനുവിനായിട്ട് പറയുന്നില്ല. അങ്ങനെ തന്നെ പറയാതെ വണ്ടി ക്വാളിറ്റിയാണ്. അതിൽ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒന്നുമില്ല. അതിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. അതിന് എന്തുണ്ടെങ്കിലും ഇവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ എല്ലാത്തിനുള്ള ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തുടക്കത്തിലേ പറയുന്ന ഒരു സംഭവമാണ്, നമ്മൾ ഏതൊരു കസ്റ്റമർക്കും ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ 15 ദിവസം ചെക്കിംഗ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊരു ഷോറൂമുകാർ ഇവിടെ കൊടുക്കുന്നില്ല. ഞാൻ ഈ 15 ദിവസം ചെക്ക് വാറണ്ടി കൊടുക്കാനുള്ള കാരണം എന്താ? എനിക്ക് അത്ര ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണല്ലോ. 15 ദിവസം കൊണ്ട് ഒരു കസ്റ്റമർക്ക് അറിയാൻ കഴിയും ഇത് എന്താണ്, ഏതാണ് ഇതിന്റെ കോലം എന്നുള്ളത്. അല്ലേ? ഓക്കെ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് ലോണൊന്നും ഇടാണ്ടിരിക്കുക. അല്ല, ലോൺ ഇട്ടാലും ഞാൻ പറയാം, ലോൺ ഉള്ള വണ്ടിയാണെങ്കിൽ ഞാനത് തിരിച്ചെടുക്കും. അതിന് എന്തൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും, ലോൺ ഇട്ട വണ്ടിയാണെന്നുണ്ടെങ്കിലും ഞാൻ ആ ലോൺ ക്ലോസ് ചെയ്ത് തിരിച്ചെടുക്കും. അത് നമ്മൾ ആദ്യം പറയുന്നതാണ്. ഐ നോ ടെൻഷൻ. മുന്നേ പറയാറുണ്ട്. അപ്പൊ ഇതിന്റെ ചോദ്യം എത്രയാണ്? നമുക്ക് ഇതിന് NOC ഓൾറെഡി നമ്പർ NOC എടുത്തു വെച്ച വണ്ടിയാണ്. ഇവിടെ നമ്പറൊക്കെ ടാക്സ് കൂട്ടാതെ വരുമ്പോൾ NOC നമുക്ക് 12.25 ലക്ഷം രൂപ കൊടുക്കാം. 12,75,000 രൂപയ്ക്ക് 2019 G4+ നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാറണമെങ്കിൽ ഒരു 2 ലക്ഷം കണ്ടു വരും. എങ്ങനെ ടാക്സ്? ഇല്ല, 2 വരില്ല. 2 ലക്ഷം, 2 താഴെ. 2 കൂട്ടിക്കുള്ളൂ, 2 താഴെ വരുള്ളൂ. അടുത്തത് അടിപൊളി ഒരു ബ്ലാക്ക് ക്രിസ്റ്റയാണ്. ഹരിയാന രജിസ്ട്രേഷനിൽ വരുന്നത്. ഡീറ്റെയിൽ 2018-19 രജിസ്റ്ററാണ്. ഓക്കെ. 1,73,000 കിലോമീറ്റർ ഓട്ടം. ജെന്യൂൻ ആണ്. തട്ടുമുട്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഓണർഷിപ്പ് എത്രയാ അവിടെ? ഫസ്റ്റ് ഓണർ ഉണ്ട്. ഫസ്റ്റ് ഓണർ വണ്ടി. ഓക്കെ. നേരത്തെ ഫസ്റ്റ് ഓണർ? എല്ലാം ഫസ്റ്റ് ഓണറാണ്. ഫസ്റ്റ് ഓണർ, സെക്കൻഡ് ഓണറിന്റെ മേൽക്കുള്ള വണ്ടികളൊന്നും ഇല്ല. ഓക്കെ. 18 മോഡൽ, 19 രജിസ്ട്രേഷൻ. ഏതാ ഓപ്ഷൻ? G4 ആണ്. G4 വണ്ടി 2018 19 രജിസ്റ്റർ. നല്ല ടയർ ഭാഗമുണ്ട് ഇതിനും. അതെ. ടയർ ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും വണ്ടിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട, ഫുള്ള് ഓക്കെ. കിലോമീറ്റർ ജനുവിനിറ്റി പറയുന്നുണ്ട്. എത്രയാണ് ചോദ്യം? ഇത് നമുക്ക് ഫൈനലാക്കിയിട്ട് 11,90,000 രൂപയ്ക്ക് NOC കൊടുക്കാം. 11,90 NOC പ്രൈസ്. 18 മോഡൽ, 19 രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ. മാറണമെങ്കിൽ ഇതേപോലെ തന്നെ രണ്ടിന്റെ ഉള്ളിൽ മതി. 1,60,000 1,70,000 ഉള്ളിൽ റേഞ്ച് കണ്ടാൽ മാറാനും പറ്റും. മാറിക്കഴിഞ്ഞാലേ ലോൺ കിട്ടും. ലോൺ കിട്ടുള്ളൂ. അതെ. ഓക്കെ. അടുത്ത വണ്ടി. അടുത്ത ക്രിസ്റ്റ വൈറ്റ് കളർ. കളർ കുറെ ഉണ്ടല്ലേ? വൈറ്റും ബ്ലാക്കും എല്ലാ കളറിലും ഉണ്ട്. ഇത് ഹരിയാന സെയിം രജിസ്ട്രേഷൻ തന്നെയാണ്. 2019 തന്നെയാണ്. G4+ തന്നെയാണ് വണ്ടി. മേജർ ആക്സിഡന്റോ തട്ടമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. NOC നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ടില്ല. ആരെ പേർക്കും കസ്റ്റമർക്കും വേണമെങ്കിൽ നമുക്ക് NOC എടുത്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ. നിങ്ങളുടെ RTOയിൽ എവിടെയാണോ അവിടത്തേക്ക് NOC എടുത്തരാൻ പറ്റും. അതെ. അപ്പോൾ ഇതിന്റെ കിലോമീറ്റർ? ഇത് 2,52,000 കിലോമീറ്റർ. ജനുവിനാണ്. ഓട്ടം പോയിട്ടുണ്ടല്ലേ? ജനുവിനാണ്. ജനുവിനാണ്. ക്ലെയിം ഒന്നുമില്ല? ഒരു ക്ലെയിമില്ല. ചോദ്യം എത്രയാ? നമുക്ക് ഈ വണ്ടിക്ക് 12,65,000 രൂപക്ക് എങ്ങോട്ട് വേണ്ട നമുക്ക് NOC എടുത്തു കൊടുക്കാം. ഓക്കെ. 12,65. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. 19 മോഡൽ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ക്രിസ്റ്റ KL 10 റീ ആയി കഴിഞ്ഞ വാഹനം. ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട അല്ലേ? ഇനി ഒന്നും ചെയ്യണ്ട, നേരെ ഓടിക്കുക. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? 2017 G4 തന്നെയാണ് വണ്ടി. മേജർ ആക്സിഡന്റോ തട്ടമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി തന്നെയാണ്. അല്ല, VS ഒന്നും കയ്യിലില്ലേ? G4 ഓട്ടോമാറ്റിക് KL 10 വണ്ടി. 17 മോഡല് G4 ആണ്. കിലോമീറ്റർ എത്രയാണ്? 1,32,000 കിലോമീറ്റർ. ജനുവിനാണോ? ജനുവിനാന്ന് വെച്ചാൽ ജനുവിൻ തന്നെയാണ്. ഏകദേശം ഒക്കെ ജനുവിൻ തന്നെയാണ്. അതായത് അത്ര സർവീസ് ഇല്ല വണ്ടിയിൽ. സർവീസ് ആകെ 50,000 സർവീസ് വരെ വണ്ടിയിലുള്ളൂ. ബാക്കി അവിടെ നിന്നാണ് സർവീസ് ഇല്ല, പുറത്തെ സർവീസാണ്. ഓക്കെ. ഇതും ടയർ ഭാഗമെല്ലാം എല്ലാം ഉണ്ട്. എല്ലാം ടയറുകൾ കാര്യങ്ങളൊക്കെ ഫുള്ളായിരിക്കും. ഒന്നും ചെയ്യാനില്ല, നേരെ കൊണ്ടുപോകാൻ ഓടുക. ഓക്കെ. എത്രയാ ചോദ്യം? നമുക്ക് ഈ വണ്ടി ഫൈനലായിട്ട് 12.5 ലക്ഷം രൂപ കൊടുക്കാം. കേരള രജിസ്റ്റർഡ് വണ്ടി. കേരള നമ്പർ ആക്കിയിട്ട് 2017 വാഹനം 12,50,000 രൂപ കൊണ്ടുപോകാം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഫോർച്യൂണറിലേക്ക് വന്നിരിക്കുകയാണ്. അതെ.
നമ്പർ പ്ലേറ്റ് ഒന്നും കൊടുക്കില്ല. ഇല്ല, വർക്ക് തീരുന്നേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ അതിന്റെ ഫുൾ വർക്ക് തീരുള്ളൂ. ഓക്കെ, ഏതാ മോഡല്? ഇത് 2014 ടൂ വീൽ മാനുവലാണ് വണ്ടി. ടൂ വീൽ മാനുവൽ. അതെ അതെ അതെ. 4x4 അല്ല, 4x2 മാനുവൽ. ടൂ വീൽ മാനുവൽ. 4x2 മാനുവൽ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ല. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ഓട്ടോ എത്ര പോയി? ഇത് 1,99,000, 2 ലക്ഷം കിലോമീറ്റർ ജനുവിനാ. 2 lakh kilometer. 2 lakh kilometer. അതെ, ടിക്കറ്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. വർക്ക് തീർന്നിട്ടില്ല. വേറെ പറഞ്ഞത് ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ അതിന്റെ ഫുൾ വർക്ക് തീരുള്ളൂ. ഇങ്ങോട്ടെങ്കിലും NOC എന്തെങ്കിലും? ഇല്ല, NOC എടുത്തില്ല. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC എടുത്തു കൊടുക്കാൻ വേണ്ടി. ഓക്കെ, നിങ്ങളുടെ RTOയിലേക്ക് NOC കിട്ടുന്ന ഒരു ഫോർച്യൂണറാണ്. അതെ അതെ. ടൂ വീൽ മാനുവൽ 2014 മുതൽ. എത്ര ചോദ്യം? 11 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. NOCയിൽ മാറണമെങ്കിൽ ഇതിങ്ങോട്ട് മാറണമെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ആ റേഞ്ചിൽ വരും. ടൂ വീൽ മാനുവൽ അല്ലേ? ഓക്കെ, 2014 മോഡലൊക്കെ നമ്മൾ 10 ലക്ഷത്തിനോ 10 കൊടുത്തു. 10.25 കൊടുത്തിട്ടുണ്ട്. അതും ടൂ വീൽ മാനുവൽ അല്ല, ടൂ വീൽ ഓട്ടോമാറ്റിക് കൊടുത്തു. നമ്മൾ കൊടുത്തോണ്ട് അതൊക്കെ അന്ന് ഓഫറിൽ കിട്ടുന്ന അങ്ങനെ തന്നെ കൊടുത്തു. അതങ്ങനെ തന്നെ കണ്ടീഷനിൽ കൊടുത്തു. അതെ അതെ അതെ. ഒന്നും ചെയ്യാതെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇത് 11 ലക്ഷത്തിന് 2014 ടൂ വീൽ മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, മാറണമെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപ. വീണ്ടും ഫോർച്യൂണർ UP രജിസ്ട്രേഷൻ, ഇതും കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2014 ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,52,000 കിലോമീറ്ററാണ്. 85ൻ്റെ ഉള്ളിലാണ് ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ വണ്ടിയിലൊക്കെ ഇൻഷുറൻസ് എല്ലാത്തിനും നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് പുതിയ എടുത്തു കൊടുക്കാം. ഇല്ലാത്തതാണ് നിങ്ങൾക്ക് ഫുൾ കവർ ഇൻഷുറൻസ് നമ്മൾ എടുത്തു തരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ 14 ടൂ വീൽ ഓട്ടോമാറ്റിക് വന്നു. നേരത്തെ കണ്ടത് ടൂ വീൽ മാനുവൽ ആയിരുന്നു. ടൂ വീൽ ഓട്ടോമാറ്റിക്. അപ്പോൾ എത്ര അതിൻ്റെ ചോദ്യം? നമുക്കിത് ഒരു 13,55,000 രൂപയ്ക്ക് വിത്ത് കേരള രജിസ്ട്രേഷൻ ആക്കി ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, കേരള രജിസ്ട്രേഷൻ. അതും സിംഗിൾ ഓണറാണ്. അൺടച്ചപ്പ് ആണ് വണ്ടി കേട്ടോ. ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഇതേ സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 10.25 നമ്മൾ കൊടുത്ത് എത്രയോ വണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷനുള്ള വണ്ടിയാണ്. ആ വില കിട്ടുമ്പോൾ അങ്ങനെ കൊടുക്കുന്നത്. അതെ അതെ. ഈ കണ്ടീഷനിൽ ഇത് അടിപൊളി കണ്ടീഷനിൽ തന്നെയാണ്. അതെ 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 അതെ. എല്ലാ വർക്കും കഴിഞ്ഞിരിക്കുന്നുണ്ട്. നല്ല ടയർ ഭാഗമുണ്ട്. എല്ലാ ടയർ ഭാഗവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. എല്ലാം സെറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത NOC എവിടെ എടുത്തില്ല? NOC മലപ്പുറത്തേക്ക് എടുത്താണ്. ഓക്കെ, അടുത്ത വണ്ടി ഇതാ വീണ്ടും ഫോർച്യൂണർ തന്നെ. നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്കിന്റെ ഷേപ്പ് അല്ലേ? ന്യൂ ഷേപ്പാണ്. ഡൽഹി രജിസ്ട്രേഷനിൽ കിടക്കാണ്. NOC എവിടെയെങ്കിലും എടുത്തോ? ഇല്ല, NOC എടുത്തില്ല. കസ്റ്റമർക്ക് എടുക്കാൻ വേണ്ട, നമുക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ? 2017 ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ്. 1,26,000 കിലോമീറ്റർ ജെനുവിൻ സർവീസ് കാര്യങ്ങളുള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 1,26,000. അതെ. ടയോട്ടനെ സംബന്ധിച്ചതൊക്കെ ലോ കിലോമീറ്റർ ആണ്. അതൊക്കെ നമുക്കെന്താ പറയാ, ഒരു രോമത്തെ തൊട്ടില്ല എന്നൊക്കെ പറയാം. അത്രേ ഉള്ളൂ. അതെ അതെ അതെ. അതായത് ഏത് വണ്ടിയാലും സർവീസ് പ്രോപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. അതെ അതെ, സത്യം. സർവീസ് പ്രോപ്പർ ആയിരിക്കണം. അതെ അതെ അതെ. ഇതും ടയർ ഭാഗമൊക്കെ എല്ലാം 5 ടയറും പുത്തൻ ടയറാണ്. ടയർ ഞാൻ പറയാം, വണ്ടിൻ്റെ ഭാഗങ്ങളിൽ മെക്കാനിക്കൽ ഭാഗങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നീറ്റായിട്ട് നോക്കിയിട്ട് തന്നെ ചെയ്യുള്ളൂ. അതെ അതെ. എത്ര NOCയിലെ ചോദ്യം? നമുക്ക് ഈ വണ്ടി NOCയിൽ എങ്ങോട്ട് NOC എടുത്തിട്ടില്ല. നമുക്ക് എങ്ങോട്ട് വേണ്ട നമുക്ക് NOC എടുത്തു. അല്ല, ഇത് ഡൽഹി ആയതുകൊണ്ട് ചോദിക്കാണ്. ടൈം പീരീഡ് എങ്ങനെ NOC? അല്ല, അത് 2015 വരെയാണ് ഇപ്പോൾ ബ്ലോക്ക് ഉള്ളൂ. 16, 17, 18 ഒക്കെ പ്രശ്നമില്ല. 17 അല്ല, ഇത് 2017. അപ്പൊ പ്രശ്നമില്ല. 15 വരെയുള്ള വണ്ടിയാണ് പെട്ടെന്ന് എടുത്ത് കയറുന്നത്. അതെ 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 അതെ. അപ്പോൾ എത്രയാ NOCയിൽ? ഇത് നമുക്ക് 21,60,500 രൂപയ്ക്ക് NOCയിൽ എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC എടുത്ത് കൊടുക്കാം. ടൂ വീൽ ഓട്ടോമാറ്റിക് 65 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതെ. മാറണമെങ്കിൽ എത്ര കാണ്ടി? ഇതിനൊരു 3.25 ഉള്ളിൽ. ഏതായാലും കുറെ G4 കണ്ട്. ഇനി അടുത്തൊരു V ക്രിസ്റ്റ കാണാം. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2018 സിംഗിൾ ഓണർ വണ്ടിയാണ്. 2,40,500 കിലോമീറ്റർ ജെനുവിൻ സർവീസുള്ള വണ്ടിയാണ്. അപ് ടു ഡേറ്റ് സർവീസുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. വി മാനുവൽ ആണ്. വി മാനുവലാണ്. 2018. NOC എങ്ങോട്ടും നമ്മൾ എടുത്തിട്ടില്ല. NOC എങ്ങോട്ടാ വേണ്ട വെച്ചാൽ നമുക്ക് എടുത്തു കൊടുക്കാം. അതെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ RTOയിൽ NOCയും കിട്ടും. വൈൻ റെഡ് കളറുമാണ്. അടിപൊളി കളറുമാണ്. ഇന്റീരിയർ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യില്ല. Type 3 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ടയേഴ്സും അടിപൊളിയാണ്. ഫുൾ ടയേഴ്സും കാര്യങ്ങളില്ല. ടയറിന്റെ കാര്യങ്ങൾ ചോദിക്കണ്ട. ടയർ എല്ലാം വണ്ടി ഫുള്ളാണ്. 18 വി മാനുവൽ. എത്ര കൊടുക്കാൻ? നമുക്കൊരു 13.5 ലക്ഷം രൂപക്ക് നമുക്ക് എങ്ങോട്ടാ വേണ്ട വെച്ചാൽ നമുക്ക് NOC എടുത്തു കൊടുക്കാം. ഓക്കെ, 13,25,000 വി ആണ്. 18 വി മാനുവൽ. ഓക്കെ, മാറണമെങ്കിൽ ഒരു 2.5 കാണ്ടി വരുമോ? 2.25.
2.25. ഓപ്ഷൻ അനുസരിച്ച് വില മാറും. മാറും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് KL 71 റീ രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞ നിലമ്പൂർ വണ്ടി. നിലമ്പൂരേക്ക് രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞ വാഹനമാണ് ക്രിസ്റ്റ. ഇതേത് ഓട്ടോമാറ്റിക് ആണോ? ഇത് ഓട്ടോമാറ്റിക് ആണ്. കുറെ നേരമായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കിന്റെ കേസിലാണ് പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഏതോ മോഡൽ ഏതാ? 2016 Z ഓട്ടോമാറ്റിക് ആണ്. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ ഇപ്പോൾ നമ്പറായി നിൽക്കുന്ന വണ്ടി. 2,33,000 കിലോമീറ്റർ ആണ്. ജെനുവിൻ ഓട്ടം. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഇല്ല. ഡിക്കി റീപ്ലേസ് ആണ് ഇതിന്റെ. ഗ്ലാസ് മാറിയിട്ടുണ്ടോ? ഗ്ലാസും ഡിക്കും മാറി, രണ്ടും മാറിയിട്ടുണ്ട്. അതെ, വേറൊരു കുഴപ്പമില്ല കേട്ടോ. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാലേ കസ്റ്റമർക്ക് അറിയുള്ളൂ. ഡയറക്റ്റ് പോയി ചെക്ക് ചെയ്താൽ അപ്ഡേറ്റ് സർവീസുള്ള വണ്ടിയാണ്. 233 ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കലി ഇറങ്ങിയ കൊല്ലം ക്രിസ്റ്റ സ്റ്റാർട്ട് ചെയ്തോണ്ട്. എത്രയാ ഇപ്പോ കേരള നമ്പർ ആക്കി? കേരള രജിസ്ട്രേഷൻ ആണ് നിൽക്കുന്നത്. നമുക്ക് ഫൈനലായിട്ട് 15,75,000 രൂപ കൊടുക്കാം. 15,75,000 2016 Z ഓട്ടോമാറ്റിക്. ഇത് കേരള നമ്പർ ആക്കണേ ശരിക്കും എത്ര വരുമായിരുന്നു? ഇതിന് കേരള നമ്പർ ആക്കണമെന്നുണ്ടെങ്കിൽ 2,40,000 രൂപ. അപ്പോ ഈ പൈസ കുറച്ചാലും NOC പ്രൈസ് ആയി. അതാണ് NOC പ്രൈസ്. മാറിപ്പോണ്ട പ്രൈസ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്പർ ആയി കഴിഞ്ഞു. ഇനി ലോണും കിട്ടും നിങ്ങൾക്ക്. ഒരു 80% ചാൻസ് 85-90% ചാൻസ് ഉണ്ട് അല്ലേ? വീണ്ടും ക്രിസ്റ്റ വൈൻ റെഡ് കളർ തന്നെ. വൈൻ റെഡിന് അത്യാവശ്യം ആവശ്യക്കാരുണ്ട്, നല്ല ആവശ്യക്കാരുണ്ട്. വൈൻ റെഡ്, വൈറ്റ്, ബ്ലാക്ക്, ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ എപ്പോഴും വിളിച്ചു വെക്കുന്ന ഒരു കളറാണ്. ഓക്കെ, അപ്പോൾ ഇത് NOC എടുത്ത എവിടെയെങ്കിലും? ഇല്ല, സോറി, NOC എടുത്തു. പെരിന്തൽമണ്ണക്ക് NOC എടുത്തോണ്ട്. പെരിന്തൽമണ്ണക്ക്. ഓക്കെ, ഏതാ മോഡല്? 2019 ആണ്. G4 ഓട്ടോമാറ്റിക് തന്നെയാണ് വണ്ടി. 1,66,000 കിലോമീറ്റർ. ജെനുവിൻ സർവീസും കാര്യങ്ങളും ഉള്ള, റീപ്ലേസും കാര്യങ്ങളും നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ക വണ്ടിയാണ്, വേറെ ഒന്നുമില്ല. അതെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മളിതൊരു 16 ലക്ഷം രൂപയ്ക്ക് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് കൊടുക്കാം. രജിസ്ട്രേഷൻ ആക്കിയിട്ട് കൊടുക്കാം. കാരണം ഓൾറെഡി NOC എടുത്ത വണ്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ പറയാം. അതെ, 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 19 മോഡലാണ്. 19 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. തട്ടോ മുട്ടോ കാര്യങ്ങൾ, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വൈൻ റെഡ് കളറുമാണ്. ഓക്കെ, നമ്പർ ആക്കിയിട്ടുള്ള കാര്യമാണ്. അതെ. ഓക്കെ, അടുത്ത വണ്ടി. അടുത്ത ക്രിസ്റ്റ സിൽവർ കളർ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇതും Z തന്നെ, പക്ഷേ ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ. മാനുവൽ. ഫുൾ ഓപ്ഷനിൽ മാനുവൽ. 2016 ആണ് മോഡൽ. 1,90,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. NOC നമ്മളിപ്പോൾ എങ്ങോട്ടും എടുത്തിട്ടില്ല. NOC എങ്ങോട്ടാണ് വേണ്ട വെച്ചാൽ കസ്റ്റമർക്ക് അങ്ങോട്ട് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ RTOയിൽ NOC കിട്ടുന്നുണ്ട്. 2016 Z മാനുവൽ വാഹനമാണ്. എത്രയുണ്ട്? ചോദ്യം എത്രയാണ്? നമുക്കിത് 12 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. 12 ലക്ഷത്തിന് NOC കൊണ്ടുപോകാം. Z ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്ര? ഇതിനു മുമ്പ് 2ന്റെ താഴെ അത്രേ വരുള്ളൂ. ഓക്കെ, മാറാനും പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിൽ. അടുത്തത് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. വാഹനങ്ങൾ അവസാനിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് പരിമിതി ഉള്ളതുകൊണ്ട് നമ്മള് ഒരു ഇന്നോവയിൽ അവസാനിപ്പിക്കണം. അതെ, KL 84 മലപ്പുറം കൊണ്ടോട്ടിയിലേക്ക് റീ ആയി കഴിഞ്ഞ വാഹനമാണ്. കേരള നമ്പർ ആയി കഴിഞ്ഞു. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2016 ആണ് വണ്ടി. 1,73,000 കിലോമീറ്റർ ആണ് ഓട്ടം. ജെനുവിനാണ്. ഓക്കെ, 16 എന്ന് വെച്ചാൽ ലാസ്റ്റ് എൻഡ്. ആ വർഷം തന്നെ ക്രിസ്റ്റ ഇറങ്ങിയിട്ടുണ്ട്. അതെ. നമ്മൾ നേരത്തെ ക്രിസ്റ്റകളൊക്കെ ആ സമയത്ത് ലാസ്റ്റ് വണ്ടി ഇന്നോവയാണ്. 84 റീ ആയി കഴിഞ്ഞു. 1,73 ജെനുവിൻ ഓട്ടം പോയ വാഹനമാണ്. ഒരു ക്ലെയിമോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി. ഓപ്ഷൻ ഏതാ? G4. അതെ, കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാം തന്നെയാണ്. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടയർ ഭാഗം നോക്കണ്ട. അത് നോക്കണ്ട, അതൊക്കെ ഫുള്ളായിരിക്കും. ഓക്കെ, പ്രോപ്പർ സർവീസ് ഉണ്ട്. എത്രയുണ്ട് ചോദ്യം? നമുക്കിതൊരു 9,35,000 രൂപ കേരള രജിസ്ട്രേഷൻ വണ്ടി. ഫുൾ പേപ്പറിൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. 9,35,000 2016 G4 കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതെ, ഇത് ശരിക്കും നമ്പർ ആക്കണമെങ്കിൽ 1.5 കാണ്ടി വരും. അതും ഏതാണ്ട് 1.5 ആ റേഞ്ച്. കാരണം 16 ഓക്കെ, അപ്പൊ ഇത് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ഒരു 8-8.5 വരെ ലോൺ ചാൻസ് ഉണ്ടോ? കിട്ടും. നല്ല പ്രൊഫൈലാണെന്ന് 9 രൂപ വരെ മാക്സിമം കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളാണ്. ഇനോവ ഇനി ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ കാണിക്കാതെ. 13, 14, 15 അതിൻ്റെ ഉള്ളിൽ വേറെ കിടക്കുന്നുണ്ട്. ഇനോവ ഒരുപാട് സ്റ്റോക്ക് ഒരുപാടുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചോളൂ. ഇപ്പൊ കാണിച്ച വണ്ടി ഒന്നല്ല, അതിന്റെ ഇഷ്ടം പോലെ വണ്ടികൾ വേറെ ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. റോബോട്ടിക് കാർസിന്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ടോട്ടൽ ലോസ് കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. 100% അങ്ങനെ കൊടുക്കും. ഓക്കെ, അങ്ങനെ തന്നെ ഉറപ്പ് വരുത്തി കൊടുക്കാൻ പറ്റും. മാത്രമല്ല 2 ആഴ്ച ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി കൊണ്ടുപോയിട്ട് അതായത് നിങ്ങളുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് വന്നിട്ടാവരുത്, അല്ലാണ്ട് വണ്ടിക്ക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പുള്ളി തിരിച്ചെടുക്കും. ഇവിടെ വന്നാൽ മതി, വീഡിയോസിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. തൽക്കാലം നമ്മൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.